നിങ്ങളെ കുറെ ആളുകളെ ഇങ്ങനെ അനുകരിക്കാറുണ്ട്. സാധാരണ ഇങ്ങനെ അനുകരിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ വിഷമം ഉണ്ടാവും. എന്നാൽ അനുകരണം ഒരു വലിയ കലയാണ്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ അനുകരിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത ആരാണ്? അല്ല, അനുകരിച്ചെന്ന് ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ ആ രീതിയിലൊന്നും അങ്ങനെയൊന്നും പോയിട്ടില്ല. അങ്ങനെയൊന്നും പോയിട്ടില്ല. സംസാരത്തിന്റെ ഇടയിൽ നമ്മളിപ്പോ ആരെങ്കിലും അഭിനയിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇപ്പൊ നമ്മൾ മുകേഷ് അപ്രീഷിയേറ്റ് ചെയ്യൂ. മുകേഷ് സംസാരിക്കുന്ന രീതിയാണ്, ഇടി നീ ഇതിനൊരു മാറ്റമില്ലീടി എന്ന് ചോദിക്കുന്ന രീതി ഉണ്ടല്ലോ. അത് മുകേഷിന്റെ ആ സംസാര രീതിയെ കുറിച്ച് ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും പറയുമ്പോൾ അത് മുകേഷിനെ കറക്റ്റായിട്ട് അനുകരിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ മുകേഷ് നിങ്ങൾ ഈ മുകേഷിനെ ശ്രദ്ധിക്കുമ്പോഴേ, മുകേഷ് ഇപ്പൊ സിനിമയിൽ വന്നിട്ട് ഒരു 3 പതിറ്റാണ്ട് കഴിഞ്ഞു, 4 പതിറ്റാണ്ടായി, 40 കൊല്ലം കഴിച്ച സ്ഥിതിക്ക് ആദ്യം കണ്ട മുകേഷ് തന്നെയാണോ ഇപ്പോഴും മുകേഷ് സംസാര രീതിയിൽ ഈ സിനിമ ഡയലോഗ് റെൻഡറിംഗിലൊക്കെ? അല്ല, ഇപ്പൊ കുറച്ചുകൂടെ വോയിസിന് കുറച്ചുകൂടെ കട്ടി വന്നിട്ടുണ്ട്. പണ്ടാണ് ആദ്യമാണ് ഇവനെ കൊണ്ട് വലിയ ശല്യമായില്ല പുല്ല് എന്നൊക്കെ പറയുന്ന ആ ലെവലായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഒരു ബാസ് ടോൺ. MLA ഒക്കെ അല്ലേ? എവിടെ കളി? ഇപ്പൊ താങ്കള് എനിക്കൊന്ന് മലയാളത്തിൽ നിന്ന് ഇന്നസെന്റ് ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഹിന്ദി പറയുന്ന ഒരു നടൻ താങ്കളാണ്. അല്ല, അത്യാവശ്യം ഹിന്ദി അറിയാം. ഗുണമുണ്ടായില്ലേ? ഗുണമുണ്ടായി, തീർച്ചയായിട്ടും. ഏത് ഭാഷ പഠിച്ചാലും അതിൻ്റെതായിട്ടുള്ള ഗുണം ഉണ്ടാവും. സിനിമയിലേക്ക് അഭിനയിച്ചില്ലേ? ഹിന്ദി സിനിമ അഭിനയിച്ചു. 3 ഹിന്ദി സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. അത് ഒന്ന് കുഷ്ടി എന്ന് പറയുന്ന രാജീവ് കുമാറിന്റെ പടം, ദെൻ ഹംഗാമ എന്ന് പറഞ്ഞ പ്രിയദർശന്റെ പടം, ദെൻ ബില്ലു ബാർബർ എന്ന് പറഞ്ഞ പ്രിയദർശന്റെ പടം. 3 പടങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഹിന്ദിയിലൊക്കെ സുഹൃത്തുക്കളൊക്കെ ആയോ? ഇല്ല, അന്ന് പരിചയപ്പെട്ടു. ഷാറുഖ് ഖാനെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഷാറുഖ് ഖാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ബില്ലു. ആ സമയത്ത് ഷാറുഖ് ഖാൻ എന്ന പ്രൊഡ്യൂസർ സെറ്റിലേക്ക് വരുമ്പോൾ ഒരു എനർജിയാണ്. നമ്മൾ രണ്ടുപേരും പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം എനർജി ആയിരിക്കും. നമുക്ക് അത്യാവശ്യം എനർജി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഈ എനർജിയുടെ മുകളിലുള്ള എനർജി ഹിന്ദി റീമേക്ക് ആയിരുന്നു. അതെ അതെ, ഷാറുഖ് ഖാൻ വന്നിറങ്ങുന്ന ആ സ്വാഗോട് കൂടി വന്നിറങ്ങുമ്പോൾ ഉണ്ടല്ലോ ഒരു ചൈതന്യം തന്നെയാണ്. പ്രത്യേക ഒരു ഓറയുണ്ട് നമ്മുടെ അടുത്തേക്ക് വന്ന്. എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും ഹമ്പിളായിട്ട് ജഗദീഷ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു രീതിയിൽ പെരുമാറി, പ്രൊഡ്യൂസറാണെന്നുള്ള ജാട, റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സിന്റെ പ്രൊഡ്യൂസറാണെന്നുള്ള ജാടയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് വന്നിട്ട് ഓംപുരി സാബിന്റെ കാലിൽ തൊട്ട് തൊഴുത് ഒരു ദിവസം തുടങ്ങുന്ന ആ സെറ്റിൽ വരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു എനർജി, ആ ഒരു വിനയം, ആ ഒരു ലാളിത്യം ഒക്കെ എന്റെ മനസ്സിലുണ്ട്. നിങ്ങൾ അമിതാഭ് ബച്ചനെ കണ്ടിരുന്നു? പിന്നെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. വളരെ ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ്. അമിതാഭ് ബച്ചന്റെ ശബ്ദമൊക്കെ അനുകരിക്കാൻ പറഞ്ഞ സ്വാഗതം, എന്തൊരു ശബ്ദമാണ്, ദൈവം കൊടുത്തിട്ടുള്ള ശബ്ദമാണ്. ആകാശവാണി ഒരിക്കൽ റിജക്ട് ചെയ്തെന്നാണ് പറയപ്പെടുന്നത് പണ്ട്. അത് അറിയില്ല കേട്ടോ, അതങ്ങനെ കുറെ ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്. അത് കറക്റ്റ് ആണെന്ന് എനിക്ക് ഈ ശബ്ദം ഒന്നും റിജക്ട് ചെയ്യാൻ സാധ്യതയില്ല. ആകാശവാണി ദാസേട്ടന്റെ ശബ്ദം റിജക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊന്നും അതിലത്ര വാസ്തവില്ല, വാസ്തവില്ല. അതൊക്കെ ചുമ്മാ പറയുന്ന ആൾക്കാർ ഓരോരോ കഥകൾ ഓരോ കാലത്തുണ്ടാക്കുന്ന. ദാസേട്ടന്റെ അന്നത്തെ ശബ്ദം തന്നെ എന്തുമാത്രം സ്വീറ്റ് ആണ്. അല്ല, അതെന്താണെന്നറിയോ ജതീഷ്, ദാസേട്ടന്റെ കാര്യത്തിൽ പറ്റിയത് ഈ ദേശീയ ലളിതഗാന മത്സരമുണ്ട് ആകാശവാണിയിൽ. അപ്പൊ ഈ ലളിതഗാന മത്സരത്തിന്റെ ഓഡിഷനിൽ ഗംഗേ എങ്ങനെയുണ്ട്? തകർത്തു. ഞാൻ അവിടെ എവിടെ നിങ്ങളെ പിടിക്കും, കൈവിട്ട് പോവോ? അവസാനം ജയറാം പറഞ്ഞത് അപ്പോ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലാവോ, പിടിവിട്ട് പോവോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരുടെയും ഒരു കോമൺ ഫാക്ടർ എന്താ അറിയാം, നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. അൺപ്രഡിക്റ്റബിൾ. അത് അൺപ്രഡിക്റ്റബിൾ, മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള 2 പേരാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്.